നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യൂസഫ് അലിയും രവി പിള്ളയും സെലിബ്രിറ്റികളും എല്ലാം വയനാടിന് വേണ്ടി വലിയ തുകകൾ സംഭാവന ചെയ്തതിന്റെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ ചില സാധാരണക്കാർ അവരുടെ ഉള്ള സമ്പാദ്യത്തിൽ നിന്നും അവരുടെ ഒരു പങ്ക് വയനാട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ കൂലിപ്പണി എടുക്കുന്നവർക്ക് പോലും അതൊരു പ്രചോദനമാകുകയാണ്. കാരണം ഇതൊക്കെ കണ്ടിട്ട് ഒരു ദിവസത്തെ കൂലിപ്പണിയുടെ തുക പോലും വയനാടിന് വേണ്ടി മാറ്റിവെച്ച എത്രയോ ആൾക്കാർ. ആ സഹായങ്ങളെക്കുറിച്ചും നമ്മൾ പറയണം. കാരണം വലിയ തിളക്കമുണ്ട് ആ സഹായങ്ങൾക്ക്. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനായി സ്ഥലം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത് നിരവധി സാധാരണക്കാർ രംഗത്ത് വരികയാണ്. 5 കുടുംബങ്ങൾക്ക് 10 സെന്റ് സ്ഥലം വീതം നൽകാം എന്നാണ് പയ്യാവൂരിലെ 73 വയസ്സുകാരൻ ഏലിയാസ് വ്യക്തമാക്കിയത്. വയനാട് ലൈവത്തോൺ പരിപാടിയുടെ ഭാഗമായാണ് ഏലിയാസ് ദുരിതബാധിതർക്ക് വീട് നിർമ്മിക്കാൻ സൗജന്യമായി സ്ഥലം വിട്ടു നൽകുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുപാട് ദുരിതം അനുഭവിച്ച വ്യക്തിയായതുകൊണ്ട് വയനാട്ടിൽ എല്ലാം നഷ്ടമായവരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാകുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. 1977 താൻ പയ്യാവൂരിലേക്ക് കുടിയേറുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 1600 രൂപയാണ് അന്ന് ആകെ കയ്യിലുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം രാപ്പകൽ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. മണ്ണിൽ പണി ചെയ്ത് 4 ഏക്കർ സ്ഥലം വാങ്ങി. 2 മക്കൾക്കുമായി ഓരോ ഏക്കർ കൊടുത്തു. ഓരോ ഏക്കർ വീതം തൻ്റെയും ഭാര്യയുടെയും പേരിലുണ്ടായിരുന്നു. ഭാര്യയ്ക്ക് അസുഖം വന്നപ്പോൾ സ്ഥലം വിറ്റ് ചികിത്സിച്ചു. ഭാര്യ മരിച്ചുപോയി. തൻ്റെ 1 ഏക്കർ വിഹിതത്തിൽ നിന്നാണ് വയനാട്ടിലെ ദുരിതബാധിതർക്ക് 50 സെന്റ് സ്ഥലം വിട്ടു നൽകുന്നതെന്നും ഏലിയാസ് പറഞ്ഞു. തനിക്ക് 2 ആൺമക്കളാണെന്നും അവരുടെ പിന്തുണയോടെയാണ് സ്ഥലം വിട്ടു നൽകുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. തന്റെ തീരുമാനം അറിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി എന്നും ഏലിയാസ് ഏറെ സന്തോഷത്തോടെ പറഞ്ഞു. തീർന്നില്ല, ഇനിയുമുണ്ട് സാധാരണക്കാരന്റെ സഹായങ്ങൾ. ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി തൃശൂർ ചേലക്കരയിലെ ടാപ്പിംഗ് തൊഴിലാളിയായ ജോസഫ്. അദ്ദേഹവും ദുരന്തബാധിതർക്ക് വീട് നിർമ്മിക്കാൻ സൗജന്യമായി സ്ഥലം വിട്ടു നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ചേലക്കരയിൽ 41 സെന്റ് സ്ഥലമുണ്ടെന്നും വയനാട്ടിലെ ദുരന്തബാധിതരായ 3 കുടുംബങ്ങൾക്ക് 5 സെന്റ് വീതം നൽകാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദുരന്തത്തിൽപ്പെട്ടവർ എൻ്റെ മക്കളാണ്, എൻ്റെ സഹോദരങ്ങളാണ്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ജീവിതത്തിന് അർത്ഥമുണ്ടാകില്ല. അതുകൊണ്ടാണ് ഇത്തരം ഒരു തീരുമാനമെടുത്തതെന്നും ജോസഫ് പറഞ്ഞു. 3 കുടുംബങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കാമെന്ന് കരുതിയാണ് 3 പേർക്ക് ഭൂമി നൽകാൻ തീരുമാനിച്ചത്. വൈദ്യുതി, വെള്ളം സൗകര്യങ്ങളൊക്കെയുള്ള മറ്റ് ശല്യങ്ങളൊന്നുമില്ലാത്ത ശാന്തമായ സ്ഥലമാണെന്നും ജോസഫ് പറഞ്ഞു. മക്കളുടെ വീതമൊക്കെ നൽകിക്കഴിഞ്ഞതാണ്. അവർ പഴയന്നൂരിലാണ് താമസം. തന്റെ പേരുള്ള സ്ഥലത്തിന്റെ ഒരു ഭാഗമാണ് നൽകാൻ തീരുമാനിച്ചതെന്നും ജോസഫ് പറഞ്ഞു. ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ വയനാടിന്റെ അതിജീവനത്തിനായി കൈകോർക്കുകയാണ് വടക്കൻ പറവൂരിലെ ഒരു സംഘം കെട്ടിട നിർമ്മാണ തൊഴിലാളികളും. അധ്വാനമാണ് അവരുടെ വാഗ്ദാനം. വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ടവർക്കായി കൂലി വാങ്ങാതെ പാർപ്പിട നിർമ്മാണത്തിൽ പങ്കുചേരാമെന്നാണ് ഇവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. പറവൂരിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളായ ജോബി, സിജു, ബോസി, രമണ തുടങ്ങിയ ഒരു കൂട്ടം ആളുകളാണ് വയനാടിന് തങ്ങളാൽ കഴിയുന്ന സഹായം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. വയനാട്ടുകാരെ സഹായിക്കണമെന്നുണ്ടെന്നും എന്നാൽ സംഭാവന നൽകാൻ നീക്കിയിരിപ്പൊന്നുമില്ലെന്നും പക്ഷേ കെട്ടിടം പണിയാണ് ആകെ അറിയാവുന്നതെന്നും ജോബി പറഞ്ഞു. അധ്വാനിക്കാനുള്ള മനസ്സും ശരീരവും വയനാട്ടിലെ ദുരന്തബാധിതർക്കായി നൽകാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. സർവ്വതും നഷ്ടപ്പെട്ടവർക്കായി എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് ഒരു കൂട്ടം മനുഷ്യരും സന്നദ്ധ സംഘടനകളും ഒക്കെ ഇതുപോലെ രംഗത്ത് വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് സാധാരണക്കാർ പോലും, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ, അവരുടെ ഒരു ദിവസത്തെ കൂലി പോലും വയനാടിന് വേണ്ടി കൊടുക്കുന്ന മനുഷ്യരുണ്ട്. ഇവരൊക്കെ ദൈവത്തിനും മുകളിലാണ്. ദൈവത്തിന് പോലും ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറം കാര്യങ്ങളാണ് ഈ മനുഷ്യരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിസ്മയിപ്പിക്കുകയാണ് ഇവരെല്ലാവരും. ഒപ്പം മനുഷ്യത്വം വറ്റിപ്പോയിട്ടില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ ഇന്നും നമുക്കിടയിലുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് ഇതെല്ലാം. ഈ സഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്ത സാധാരണക്കാർക്ക് വലിയ നന്ദി പറയുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.